എന്തിനാ പാൽപ്പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? മാർക്കോയോടും ലോപ്പസിനോടും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ എന്തിനാ? എല്ലാവർക്കും നല്ല അസൽ ഒരു ഗ്ലാസ് പാൽപ്പായസം കൊടുക്കണം. അതുപോലൊരു വാർത്തയാ ഇയാൾ കേൾപ്പിച്ചിരിക്കുന്നത്. എന്താണ്? പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നു. തോമസ് സാറിന്റെ വീട്ടിൽ പോയപ്പോ സാറ് ഇയാളുടെ കൈപിടിച്ച് ഞരമ്പ് പരിശോധിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്നാലത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെയും കണ്ടു. അപ്പൊ തോമസ് സാർ പറഞ്ഞത് തെറ്റിയില്ല. ഇയാളുടെ വയറ്റിലെ അനക്കം തുടങ്ങി. ഇയാളൊരു അമ്മയാവാൻ തയ്യാറെടുക്കുക. സത്യടി, നീയും അനന്തമൊക്കെ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കൊക്കെ ലാളിക്കാൻ ഒരു കുഞ്ഞു വരാൻ പോവാ. നീ കുറച്ച് വൈകി കുഞ്ഞുങ്ങളൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നായിരുന്നു. അല്ല, ഇതിങ്ങനെ പാൽപ്പായസത്തിൽ ഒതുക്കിയാൽ മതിയോ സാറേ? അതെ, പാൽപ്പായസത്തെ ഒതുക്കുന്നില്ല. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരികയാ. അന്നത്തെ ദിവസം കേക്കൊക്കെ മുറിച്ച് ഇതൊന്നുകൂടെ വിശാലമായിട്ട് ആഘോഷിക്കാം. എടാ, ഹോട്ടൽ ബുക്ക് ചെയ്യണോടാ? ഏയ്, ഹോട്ടലൊന്നും ബുക്ക് ചെയ്യണ്ട. നമുക്ക് ഇവിടെ വെച്ച് തന്നെ മതി ആഘോഷങ്ങള്. ഞങ്ങള് വീട്ടിൽ പോയിട്ടാ വരുന്നേ. അമ്മയുടെ ഈ വിവരം പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ ഞങ്ങൾക്കാണോ സന്തോഷമില്ലാത്ത? ഇവളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു മഹിക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന്. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയണേ സാർ. പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയോട്. അതെ, ഒരു മണ്ഡലകാലത്താ എനിക്കെല്ലാം ഭഗവാൻ നഷ്ടപ്പെടുത്തിയത്. അതേ അയ്യപ്പസ്വാമി തന്നെ മറ്റൊരു മണ്ഡലകാലം കഴിഞ്ഞപ്പോ എനിക്കെല്ലാം തന്നു. ആദ്യം നല്ലൊരു ഭാര്യയെ, അതിനുശേഷം എന്റെ തളർച്ച മാറ്റി. ഇപ്പതേ ഒരു കുഞ്ഞിനെയും തരാൻ പോകുന്നു. എടാ അനന്തു, ഒരു 10-12 വയസ്സുള്ളപ്പോ നിന്നോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടൊരു പയ്യനെ ഞാനെന്ന്. അന്ന് എന്റെ അരയ്ക്ക് താഴോട്ട് തളരുക മാത്രമല്ല ചെയ്തത്, എന്റെ അച്ഛനെ അമ്മയെ നേരത്തെ അങ്ങ് വിളിച്ചു. എന്നാൽ ഇന്ന് ഞാൻ പറയുക, ഈ ലോകത്ത് ഇത്രയും ഭാഗ്യമുള്ള ഒരാള് വേറെ ഇല്ല. എന്റെ മഹാലക്ഷ്മി എനിക്ക് ഭാഗ്യം കൊണ്ടാ വന്നത്, മഹാഭാഗ്യം കൊണ്ട്. പെങ്ങളെ, പായസം എടുക്ക്. കൊണ്ടുവരുന്നു. വാ മഹി.